നമസ്കാരം, ഞാൻ മംഗലം സഞ്ജയൻ. ഈ അടുത്ത ദിവസം പൂജാവേളയിൽ വളരെ സവിശേഷകരമായൊരു കാര്യം എനിക്കുണ്ടായി. വളരെയേറെ ഊർജ്ജസ്വലനായി ഞാൻ കാണപ്പെട്ടു. കൂടുതൽ ഉന്മേഷം അനുഭവപ്പെടുന്നതിനുള്ള കാരണം എന്തെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. അപ്പോഴാണ് പൂജാദ്രവ്യങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക ചന്ദനത്തിരി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് വളരെയേറെ സുഗന്ധമുള്ളതായിരുന്നു. സാധാരണ ഇന്നത്തെ രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള കൃത്രിമ ചന്ദനത്തിരികളിൽ നിന്ന് വ്യത്യസ്തമായി അസാധാരണമായ സുഗന്ധം. അത് എന്താണെന്ന് ഞാൻ തിരക്കി അറിഞ്ഞു. അപ്പോഴാണത് മനസ്സിലാക്കിയത് ആദികൽപ കൽപ്പബത്തി എന്ന ഒരു ചന്ദനത്തിരിയാണ് എന്നറിഞ്ഞത്. അത് തന്ന ആളിനെ കണ്ട് ഞാൻ അതിനെക്കുറിച്ച് വളരെയേറെ വ്യക്തമായി തിരക്കി. അപ്പോൾ അത് പരിമളമല്ല, സുഗന്ധമാണ്. പരിമളമെന്ന് പറഞ്ഞാൽ ഒരുപാട് സുഗന്ധ കൂട്ടുകൾ ചേരുന്നതാണ്. പല സുഗന്ധങ്ങളുടെ കൂട്ടിനെയാണ് പരിമളമെന്ന് പറയുന്നത്. പക്ഷേ ഇത് ഓരോ നൈസർഗികമായ പ്രകൃതിദത്തമായ മണത്താൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പൊതുവെ ആധുനിക ചന്ദനത്തിരികളെല്ലാം തന്നെ മുളന്തണ്ടുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളവയാണ്. ഒരു ചന്ദനത്തിരിയുടെ മുളന്തണ്ട് കത്തുമ്പോൾ തന്നെയുള്ള വിഷപ്പുക 2 സിഗരറ്റ് ഒരേ സമയം കത്തുന്ന പുകയ്ക്ക് തുല്യമാണെന്ന് ആധുനിക കണ്ടുപിടുത്തങ്ങളുണ്ട്. എന്നാൽ കൽപ്പബത്തിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആന്ധ്ര, തമിഴ്നാട്, കർണാടകം എന്നീ പ്രദേശങ്ങളിലെ ഒരുതരം പുൽച്ചെടിയുടെ തണ്ടാണ്. മാത്രമല്ല ബാക്കി കൽപ്പവൃക്ഷത്തിൽ നിന്നെടുക്കുന്ന അഥവാ തെങ്ങിൽ നിന്നെടുക്കുന്ന ഈർക്കിലാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ആദികൽപ കൽപ്പബത്തി വളരെയേറെ പ്രകൃതിദത്തമായ വസ്തുക്കളാൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇത് ചന്ദനത്തൈലം ചേർന്ന ആദികൽപ കൽപ്പബത്തിയാണ്. മനസാന്നിധ്യം അങ്ങേയറ്റം തരുന്നതാണ് ചന്ദനത്തൈലം അടങ്ങിയ ആദികൽപ കൽപ്പബത്തി. ഊത് എല്ലാ തരത്തിലുള്ള ഋണാത്മകമായ ഊർജത്തെയും ഇല്ലാതാക്കുന്നതാണ്. ഊത് ചേർന്നതാണ് ഈ ആദികൽപ കൽപ്പബത്തി. മുല്ലപ്പൂ മണം നിത്യയൗവനവും ധനപരമായ ഉയർച്ചയും ഉണ്ടാക്കുന്നതാണ്. അതേ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ചേർന്നതാണ് ഈ ആദികൽപ കൽപ്പബത്തി. ശൈത്യ രാജ്യങ്ങളിൽ ധാരാളമായി വളരുന്ന ഒരു വയലറ്റ് പുഷ്പമാണ് ലാവെൻഡർ. അവയുടെ ഗന്ധം ശരീരത്തെ കൂടുതൽ സുന്ദരമാക്കുന്നു, കൂടുതൽ ചെറുപ്പം നിലനിർത്തുന്നു എന്നൊക്കെയുള്ളതുകൊണ്ട് ചർമ്മത്തിന് കൂടുതൽ ഗുണകരമാണ്. അതേ ലാവെൻഡറിൻ്റെ സുഗന്ധം കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ആദികൽപ കൽപ്പബത്തി. പനിനീർ പുഷ്പങ്ങളുടെ സുഗന്ധം ശരീരത്തെ ഒരുപാട് ശീതീകരിക്കുന്നതാണ്, ശരീരത്തിന് കൂടുതൽ കുളിർമയുണ്ടാക്കുന്നതാണ്. അതേ പനിനീർ പുഷ്പത്തിൻ്റെ റോസിൻ്റെ സുഗന്ധം ചേർത്തുണ്ടാക്കിയതാണ് ഈ ആദികൽപ കൽപ്പബത്തി. ധൂമം 2 തരത്തിലുണ്ടെന്ന് ശാസ്ത്രം പറയുന്നു. ഒന്ന് ഹോമധൂമം, 2 പ്രേതധൂമം. ഹോമധൂമത്തിൻ്റെ പ്രത്യേകത അത് അന്തരീക്ഷത്തെയും ഭൂമിയിലെ